ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡോർമാറ്റാണ് ചെയ്യുന്നത്. ഇത് പഴയ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ സ്കേർട്ടിൽ നിന്നാണ്. ഇതിന് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതിൽ ആണ് ഞാൻ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. ഇപ്പോൾ 23 ആണ് ഇതിൻ്റെ വീതി. നീളം 15 ഇഞ്ചാണ്. വിഡ്ത്ത് 23 ഇഞ്ചാണ്. ലെങ്ത് 15 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ 2 ടൈപ്പ് സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3½ ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ഇത് പാരലൽ പാൻറ്റിൻ്റെയാണ്. ബ്ലാക്ക് കളറ് നൈറ്റിയുടേതുമാണ്. അങ്ങനെ 2 തരം സ്ട്രിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3½ ഇഞ്ചിൻ്റെ വീതിയുള്ള ഈ സ്ട്രിപ്പ് നമ്മൾ 2ആയിട്ട് മടക്കുക. എന്നിട്ടൊരു 1 ഇഞ്ച് ലെഫ്റ്റ് സൈഡ് വിടണം. ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ച് വിടുന്നത് നമ്മൾക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് പൈപ്പിങ് വെക്കുമ്പോൾ അത് ആ ഫോൾഡിങ് വശം ഫുള്ള് കവറായി പോകും. അതുകൊണ്ടാണ് 1 ഇഞ്ച് വിടുന്നത്. ഇപ്പം നെക്സ്റ്റ് സ്ട്രിപ്പും ഇതേപോലെ തന്നെ കുറച്ച് ഫസ്റ്റ് സ്ട്രിപ്പ് കാണത്തക്ക വിധത്തിൽ വേണം ഓരോ സ്ട്രിപ്പും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ 2 കളറിൽ ചെയ്താൽ കൂടുതൽ ഭംഗിയുണ്ടാവും. പിന്നെ ഒരു കളറേ ഉള്ളെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക്. ഇനി അടുത്ത സ്ട്രിപ്പും ഇതേപോലെ തന്നെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ആ വൈറ്റ് കാണാത്ത വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് ഓരോ സ്ട്രിപ്പ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് ആ മടക്ക് വശത്ത്. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് വൈറ്റ്, ബാക്കിൽ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് അഴുക്കാകും. അതുകൊണ്ട് അവിടെ ഞാൻ വേറൊരു തുണി ഇട്ടത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കറക്റ്റിനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ അളവിൽ നിന്ന് ഒരു അല്പം അധികത്തിലെടുക്കണം തുണി. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് എടുത്താൽ മതി. ശേഷം 4 അരികും ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്യുക. ചെയ്തിട്ട് നല്ല വശം നിങ്ങൾ നോക്കണം. ആ ഫോൾഡിങ് ഉൾട്ടായോണെന്ന് നോക്കണം. അപ്പോൾ ആ ഫോൾഡ് ചെയ്ത വശം ഒരേ ലെവലിന് വെച്ചിട്ട് വേണം. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ നമ്മൾക്കെല്ലാം അഴിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇത് ശ്രദ്ധിക്കണം. അടിക്കുമ്പോൾ നമ്മൾ ഒരേ ദിശയിലോട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതങ്ങനെ വെച്ചിട്ട് വേണം ഇത് മടക്കി അടിച്ച് കൊടുക്കാൻ. ബാക്കിലെ പീസ് അതുപോലൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക 4 സൈഡും.
അപ്പോൾ 4 സൈഡും മടക്കി അടിച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നേരെ മുകളിൽ നിന്ന് താഴോട്ട് ഓരോ സ്ട്രിപ്പിനും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറുകെയാണ് അടിക്കുന്നത്. അപ്പം അങ്ങനെയായിട്ട് 2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ട് ലൈനായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതേപോലെ വീതിയിലാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങനെയായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കണം. അതിന് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് വീതി. അപ്പോൾ ഇതേപോലെ ഒരു 3/4 ഇഞ്ചോളം ഉള്ളിലോട്ട് മടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ബാക്ക് സൈഡിലാണ്. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേ രീതിയിലാണ് മടക്ക് വശത്തൂടെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതേപോലെ തിരിച്ചിടണം. എന്നിട്ട് നല്ല വശത്തേക്ക് മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കാം. ആ മടക്ക് അങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല ക്ലിയറായിട്ട് വരും, തയ്ക്കാൻ പറ്റും. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സൈഡാണ്. അപ്പോൾ ഞാനിതേ രീതിയിലാണ് തയ്ക്കുന്നത്. 4 സൈഡ് സെപ്പറേറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മടക്കിയിട്ട് ഒന്നുകൂടി മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല കട്ടിയുണ്ട്. ഇപ്പോൾ സ്കേർട്ടിൻ്റെയൊക്കെ നല്ല കട്ടിയുള്ള തുണി തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്ക് പുതിയ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ പഴയ തുണി 2 ടൈപ്പ് വെച്ച് ഇതുപോലെ ചെയ്താൽ നല്ലതാണ്. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു.